നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തെ തുടർന്ന് തിരുത്തൽ നടപടികൾ ആരംഭിക്കാനിരിക്കെ CPM-നെ വീണ്ടും പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് യുവ നേതാവിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള വൻ കോഴ ആരോപണം. ഓരോ സൈഡിൽ നിന്ന് ശുദ്ധികലശം നടത്തിക്കൊണ്ട് പാർട്ടി വരുമ്പോഴാണ് താഴേക്കിടയിലുള്ള അണികൾ തന്നെ അല്ലെങ്കിൽ നേതാക്കൾ തന്നെ ഇത്തരത്തിൽ പാർട്ടിക്ക് വീണ്ടും തലവേദന ഉണ്ടാക്കുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PSC അംഗത്വം വാഗ്ദാനം ചെയ്ത് 22 ലക്ഷം രൂപ നേതാവ് കൈപ്പറ്റിയെന്നാണ് ആരോപണം. CPM-നെ വെട്ടിലാക്കാൻ PSC വിവാദം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുകയാണ്. വീണ്ടും അത് ചർച്ചയാവുകയാണ്. കോഴിക്കോട് നിന്നാണ് ആരോപണം ഉയരുന്നത്. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് കോഴ വാങ്ങിയെന്ന പരാതി CPM-നുള്ളിലാണ് ചർച്ചയാകുന്നത്. കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് ഈ ഒരു പരാതി ഉയർന്നിട്ടുള്ളത്. 60 ലക്ഷം രൂപ നൽകാൻ ധാരണയുണ്ടാക്കി. ഇതിൽ 22 ലക്ഷം രൂപ കൈപ്പറ്റി. ഇതേക്കുറിച്ച് സംസ്ഥാന നേതൃത്വം രഹസ്യമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കള്ളക്കളി പുറത്തു വന്നത്. പാർട്ടിക്കുള്ളിൽ പരാതിയും ഉയർന്നു. ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിനെതിരെയാണ് ആരോപണം. തിങ്കളാഴ്ച കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അടിയന്തരമായി വിളിച്ചിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. നിർണായക നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന. ആരോഗ്യ മേഖലയിലെ ഒരാൾക്ക് PSC അംഗത്വം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരുപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. റിയാസിലൂടെ പാർട്ടി നേതൃത്വത്തിന്റെ അംഗീകാരം വാങ്ങി നൽകുമെന്ന് വിശ്വസിപ്പിച്ചു. ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് റിയാസും പാർട്ടിയെ അറിയിച്ചു. ഇതോടെയാണ് ജില്ലാ നേതൃയോഗം ചേരാൻ തീരുമാനിച്ചത്. പണം നൽകിയിട്ടും അയാൾ PSC അംഗമായില്ല. ഇതോടെ ആയുഷ് വകുപ്പിൽ ഉയർന്ന സ്ഥാനം വാഗ്ദാനം ചെയ്ത് പണം നൽകിയയാളെ വിശ്വസിപ്പിച്ചു നിർത്തി. ഇതും നടന്നില്ല. ഇതോടെ തട്ടിപ്പിനിരയായ ആൾ CPM സംസ്ഥാന നേതൃത്വത്തിന് പരാതി നൽകി. നിയമനം വാഗ്ദാനം ചെയ്യുന്നതും ഡീൽ ഉറപ്പിക്കുന്നതുമായ വിവരങ്ങളുള്ള ശബ്ദ സന്ദേശമടക്കം പാർട്ടിക്ക് ലഭിച്ചെന്നാണ് സൂചന. പക്ഷേ അതീവ രഹസ്യമായി പരാതി കൈകാര്യം ചെയ്യും. പോലീസിന് പരാതി നൽകില്ല. PSC അംഗത്വം പോലുള്ള കാര്യം ഒരു ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവിന് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ല. അതിനാൽ ഒന്നെങ്കിൽ ഈ ഇടപാടിന് പിന്നിൽ മറ്റു നേതാക്കളുടെ ആരുടെയെങ്കിലും സഹായം ഉണ്ടാകണം, അല്ലെങ്കിൽ പണം തട്ടാൻ വേണ്ടി മാത്രം കളവായ വാഗ്ദാനം നൽകിയതാകണം. പണം നൽകിയ വ്യക്തി CPM-മായി ചേർന്ന് നിൽക്കുന്ന വ്യക്തി കൂടിയാണ്. ഇത്തരമൊരാളിൽ നിന്ന് പണം വാങ്ങിയെന്നതും CPM നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആരോപണം നേരത്തെയും ഉയർന്നിട്ടുണ്ട്. എന്നാൽ CPM-നെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള കോഴ ആരോപണം ആദ്യമായാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ മരുമകനായ റിയാസ് ആണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് പണം ഈ നേതാവ് തട്ടിയെടുത്തത് എന്നാണ് ആരോപണം. ഏതായാലും പാർട്ടിയും അന്വേഷണം നടത്താനായിട്ട് തുടങ്ങിയിട്ടുണ്ട്.